തൃശൂർ മെഡിക്കൽ കോളേജിൽ യുവാവിന്റെ പരാക്രമം. ഗ്യാസ് സിലിണ്ടറും ചുറ്റികയുമായി എത്തിയ യുവാവ് ഓഡിറ്റോറിയത്തിലെ എസികൾ കത്തിച്ചു. മണുത്തി ഇടപ്പള്ളി പാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ഗതാഗത സ്തംഭനം പരിഹരിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുമെന്ന സ്വകാര്യ ബസ് ഉടമകൾ. ജില്ലയിൽ തെരുവുനായ ആക്രമണം തുടർക്കഥയാകുന്നു. വാക്സിൻ എടുത്തിട്ടും വിവിധ ജില്ലകളിലായി 3 കുട്ടികൾ മരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ഭീതിയിൽ. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ വലിയ വിളക്ക് ഇന്ന് ആഘോഷിക്കുന്നു. ഞായറാഴ്ച രാപ്പാൾ കടവിൽ ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട യുവാവിന്റെ പരാക്രമം. മെഡിക്കൽ കോളേജ് അലുമിനി ഓഡിറ്റോറിയത്തിലാണ് യുവാവ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സർജൻസ് കോൺഫറൻസ് ഇന്ന് നടക്കാനിരിക്കെയാണ് അക്രമം. ഗ്യാസ് സിലിണ്ടറും ചുറ്റികയുമായി എത്തിയായിരുന്നു അക്രമം. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് എസിക്ക് തീയിടുകയായിരുന്നു. ചുറ്റിക ഉപയോഗിച്ച ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ആക്രമണത്തിൽ യുവാവിന്റെ കൈയിന് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ആമ്പല്ലൂരിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ദേശീയപാതയിലെ ഇരുവശങ്ങളിലും കുരുക്ക് രൂക്ഷമാണ്. സർവീസ് റോഡ് പൊളിച്ച് കുഴിയെടുക്കാൻ തുടങ്ങിയതോടെയാണ് കുരുക്ക് ആരംഭിച്ചത്. സർവീസ് റോഡിലെ പ്രശ്നങ്ങൾ ഇന്ന് താൽക്കാലികമായി പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞതോടെ യാത്രക്കാർ ക്ഷുഭിതരായി. ടോൾ നൽകിയിട്ടും കുരുക്കിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഗതാഗത സ്തംഭനം പരിഹരിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകളും അറിയിച്ചു. ജില്ലയിൽ തെരുവുനായ ആക്രമണം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം കേച്ചേരിയിലും എടക്കുളത്തുമുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. അക്രമകാരികളായ തെരുവുനായ്ക്കൾ മേഖലയിലെ മറ്റു നായ്ക്കളെയും കടിച്ചിട്ടുണ്ട്. എടക്കുളത്ത് നാട്ടുകാരെ ആക്രമിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ഇതേസമയം പേവിഷബാധയ്ക്ക് വാക്സിൻ എടുത്തിട്ടും വിവിധ ജില്ലകളിലായി 3 കുട്ടികൾ മരിച്ച സംഭവം മൂലം ജനങ്ങൾ ഭീതിയിലാണ്. ആഴത്തിലുള്ള മുറിവുകൾ മൂലം വൈറസ് നേരിട്ട് നാഡികളിൽ എത്തുന്നതാണ് അപൂർവമായെങ്കിലും മരണകാരണമാകുന്നതെന്നാണ് വിദഗ്ധരുടെ നിലപാട്. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള വലിയ വിളക്ക് ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ശിവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. പല്ലാട്ട് ബ്രഹ്മദത്തൻ തിടമ്പേറ്റി. കൊടിപ്പുറത്ത് വിളക്കോടെ ആരംഭിക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് സമാപനം കുറിക്കുന്ന ചടങ്ങാണ് വലിയ വിളക്ക്. രാത്രി 9:30 വിളക്കെഴുന്നള്ളിപ്പ്. ആയിരക്കണക്കിന് മൺചിരാതുകളിൽ തെളിയുന്ന ദീപങ്ങൾ ക്ഷേത്ര സങ്കേതത്തെ പ്രഭാപൂരമാക്കും. തീർത്ഥക്കുളങ്ങളിലും പ്രദക്ഷിണ വഴിയിലും ക്ഷേത്ര ഗോപുരത്തിന് പുറത്തും ദീപങ്ങൾ തെളിയും. രാത്രി 8:30 വലിയ വിളക്ക് ആഘോഷത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. വിളക്കെഴുന്നള്ളിപ്പിന് പഞ്ചാരിമേളം അകമ്പടിയാകും. നാളെ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട നടക്കും. ദേശീയപാത ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ പാലത്തിന് സമീപം മധ്യവയസ്കരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഴിക്കാട്ടുശ്ശേരി കൈതാരത്ത് വീട്ടിൽ 51 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. സംസ്ഥാനത്ത് കോളറ ബാധിച്ച് വീണ്ടും മരണം. ആലപ്പുഴ തലവടി സ്വദേശി 48 വയസ്സുള്ള രഘുവാണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. രോഗ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിരുന്നില്ല. സംസ്ഥാനത്തെ ഈ വർഷത്തെ 2ാമത്തെ കോളറ കേസാണിത്. തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ 63-കാരൻ കഴിഞ്ഞ ദിവസം കോളറ ബാധിച്ച് മരിച്ചിരുന്നു. ചരിത്രം വസ്തുതാപരവും സത്യസന്ധവുമായിരിക്കണമെന്ന് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് സിറിയക് ജോസഫ്. ചരിത്രം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. ഇപ്പോഴത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സത്യമാണെങ്കിലും സത്യം പറയാനാകുമോ എന്ന കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് നിങ്ങളാണെന്നും ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തിലേക്ക് സൂചന നൽകിയപ്പോൾ അതിനോട് അസഹിഷ്ണുത കാണിച്ചത് ശരിയായ ചരിത്രബോധമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നും സിറിയക് ജോസഫ് പറഞ്ഞു. കേരള ഹിസ്റ്ററി കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ കുര്യാക്കോസ്
കുമ്പളക്കുഴി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും നടത്തി. ഡോക്ടർ ജോർജ് അലക്സ്, ഫാദർ ഡോക്ടർ ദേവസി പന്തലുകാരൻ, അഡ്വക്കേറ്റ് ജേക്കബ് അറക്കൽ, ബേബി മൂക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്ര സെമിനാർ, അനുസ്മരണം, ചരിത്ര ഉപതാക്കളെ ആദരിക്കൽ, അവാർഡ് സമർപ്പണം എന്നിവയും സുവർണ ജൂബിലിയുടെ ഭാഗമായി നടന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച മൺമറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ ആത്മാക്കളെ ചാക്കിട്ട് പിടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് കെ. മുരളീധരൻ ആരോപിച്ചു. തളിക്കുളം നമ്പിക്കടവിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പ്രിയദർശിനി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ അധ്യക്ഷനായി. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് രാജൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ്, അനിൽ അക്കര, CC ശ്രീകുമാർ, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഒരു പ്രധാന ദോഷമായിട്ട് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് ഈ പുതിയ തലമുറയ്ക്ക് ചരിത്രം വസ്തുനിഷ്ഠമായി പഠിക്കാനുള്ള അവസരങ്ങളില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുമ്പുള്ളൊരു കുഞ്ഞിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താവണം, കുട്ടിക്ക് എന്താവണം ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഡോക്ടറാവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ IT ഫീൽഡിലേക്ക് പോകണം. ഇത് മൂന്നിനും ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ് വരെ മാത്രമാണ് ചരിത്രം നിർബന്ധ വിഷയമായിട്ട്. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയിംസ് വടക്കോട്ട് കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരി ഫാദർ ആൽവിൻ പാട്ടിയേക്കൽ, ട്രസ്റ്റിമാരായി ടോണി CA, CK സെബി, ജോൺസൺ നീലങ്കാവിൽ, തിരുനാൾ കൺവീനർ പിയൂസ് PV, ജോയിന്റ് കൺവീനർ പോളി ജോസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മെയ് 24, 25 തീയതികളിലാണ് തിരുനാൾ. വാടാനപ്പള്ളി സെന്ററിൽ ചേറ്റുവ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിന് സമീപം പഴം പച്ചക്കറി കടയുടമകൾ ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്നതായി ആക്ഷേപം. വഴിയാത്രക്കാർ റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണ്. ബസ് യാത്രക്കാർക്ക് ബസ്സിൽ കയറാനും ഇറങ്ങാനും പറ്റാത്ത വിധം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്ന സ്ഥിതിയാണ്. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം ബീച്ചിൽ KSEB ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റ് മയിൽ ചത്തു. മറ്റൊരു മയിലിന് പരിക്കേറ്റിട്ടുണ്ട്. ഡോക്ടർ പടി സെന്ററിന് കിഴക്ക് ഭാഗത്ത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പരിസരത്ത് ഇടയ്ക്കിടെ വരാറുള്ള മയിലുകൾക്കാണ് അപകടം സംഭവിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. ട്രാൻസ്ഫോമറിൽ കയറിയ 2 മയിലുകളും ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. മാളക്കടവിലെ മത്സ്യമാർക്കറ്റിൽ നിന്ന് വിൽപ്പനക്കാരെ മാള പഞ്ചായത്ത് ഒഴിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മാളക്കടവിലെ വില്ലേജ് ഹട്ട് കെട്ടിടത്തിലുള്ളവരെ ഒഴിപ്പിക്കാനുള്ള പഞ്ചായത്ത് ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷനായി. സോയ് കോലഞ്ചേരി, TK ജിനേഷ്, ജോഷി കാഞ്ഞൂത്ര, ജോയ് മണ്ഡകത്ത് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ വിവിധ ഗുണഭോക്താക്കൾക്ക് ഗാർഹിക ഓർഗാനിക് കമ്പോസ്റ്റ് ബിൻ വിതരണം ചെയ്തു. പ്രസിഡന്റ് S. ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. അംഗങ്ങളായ ES സുരേഷ്, MC ഐജു, സതി മണികണ്ഠൻ, റിജി ജോർജ് എന്നിവർ പങ്കെടുത്തു. ഷിക്കാഗോ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് വത്തിക്കാനിൽ മാർപ്പാപ്പ ലിയോ 14 കൂടിക്കാഴ്ച നടത്തി. ലിയോ 14 പാപ്പയുടെ ജന്മസ്ഥലമാണ് ഷിക്കാഗോ. പാപ്പയുടെ ജന്മസ്ഥലമായ ഷിക്കാഗോയിൽ പാപ്പയ്ക്ക് വരവേൽപ്പും സ്വീകരണവും നൽകാൻ ഒരുങ്ങുകയാണ് ഷിക്കാഗോ രൂപത. മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ റാഫേൽ തട്ടിൽ എന്നിവർ വത്തിക്കാനിൽ പുതിയ പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൊടകര മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക കാർഷിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന PV പത്മനാഭന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കോടാലിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KV രാമകൃഷ്ണൻ, PS സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
കുറുങ്കുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായരെ അനുസ്മരിച്ചു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുങ്കുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായരുടെ 8ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും സംഘടിപ്പിച്ചു. മുതിർന്ന കൊമ്പ് കലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് PM നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. കൊടകര ഉണ്ണി, അരുൺ പാലാഴി, കൊടകര അനൂപ്, വിജിൽ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര തിരുകുടുംബ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ജോർജ് വേഴേപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, ജനറൽ കൺവീനർ ഔസേപ്പച്ചൻ കുളത്തിനാൽ, കൈക്കാരന്മാരായ യാക്കോബ് കാവുങ്ങൽ, ജോസഫ് കളമ്പാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 25-നാണ് ഊട്ടുതിരുനാൾ. വടക്കാഞ്ചേരി നഗരസഭ പൊതുമരാമത്ത് വർക്കുമായി ബന്ധപ്പെട്ട ടെൻഡറുകൾക്ക് അംഗീകാരം നൽകാൻ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷനായ PR അരവിന്ദാക്ഷൻ, MR അനൂപ് കിഷോർ, CV മുഹമ്മദ് ബഷീർ, ജമീല B AM തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ കൌൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33ാം തൃശൂർ ജില്ലാ സമ്മേളനം സ്വാഗത സംഘം യോഗം വടക്കാഞ്ചേരിയിൽ നടന്നു. വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ, KS ജോർജ്, ജോസ് കോട്ടപ്പറമ്പിൽ, ഡോക്ടർ ജോൺ ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. വികസനം കേരളത്തിന്റെ ജനങ്ങളുടെ അവകാശമാണ്. അത് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രിയും BJPയും മാത്രമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. നഗരവികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിൽ ചിലവഴിച്ച തുകയുടെ കണക്ക് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ചിറക്കൽ മാട്ടുമൽ റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കുക, വീതി കുറഞ്ഞ മാട്ടുമൽ പാലത്തിന്റെ കൈവരി കെട്ടി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP സംസ്ഥാന കൌൺസിൽ മുൻ അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവൻ ഞാറ്റുവെട്ടി അധ്യക്ഷനായി. ചേർപ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി കളരിക്കൽ, ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രഞ്ജിത് രാജൻ ഇയാനി, വൈസ് പ്രസിഡന്റ് നിധീഷ് പൊറ്റേക്കാട്ട്, സെക്രട്ടറി ഡിറ്റോ കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ഈ വർഷത്തെ വിവിധ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. യൂസഫ് അലി കേച്ചേരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 4ാമത് യൂസഫ് അലി കേച്ചേരി പുരസ്കാരത്തിന് കവി ഡോക്ടർ J പ്രമീള ദേവിയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരം അർഹമായി. പ്രഥമ CP പോൾ ചുങ്കത്ത് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് ജോളി ചിറയത്തിന്റെ നിന്ന് കത്തുന്ന കടലുകൾ എന്ന ആത്മകഥ അർഹമായി. വിവർത്തന സാഹിത്യകാരൻ KP ബാലചന്ദ്രന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ശ്രീകാന്ത് കോട്ടയ്ക്കലും പഠന, നിരൂപണ, മാധ്യമ, സാഹിത്യ സംഭാവനകളെ മുൻനിർത്തി മോഹൻദാസ് പാറപ്പുറത്തും അർഹരായി. ഈ മാസം 24-ന് സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന അക്ഷരീയം സാംസ്കാരിക സമ്മേളനത്തിൽ പ്രൊഫസർ MK സാനു, സച്ചിദാനന്ദൻ, വൈശാഖൻ, SK വസന്തൻ തുടങ്ങിയവർ ചേർന്ന് പുരസ്കാര സമർപ്പണം നടത്തും. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, ജൂറി അംഗങ്ങളായ MD രാജേന്ദ്രൻ, K രഘുനാഥൻ, ഷാജു പുതൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സഹകരണ മേഖലയിൽ 10 വർഷമായി പ്രവർത്തിക്കുന്ന ടീം കോപ്പറേറ്റീവ് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ രത്നം സഹകരണ റിയാലിറ്റി ഷോ ബുധനാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സഹകരണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി കേരളത്തിലെ തിരഞ്ഞെടുത്ത പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, അതിജീവിച്ച പ്രതിസന്ധികൾ തുടങ്ങിയവ റിയാലിറ്റി ഷോയിൽ അവതരിപ്പിക്കപ്പെടും. പ്രൊജക്ട് ഡയറക്ടർ മധു ചെമ്പേരി, കോർഡിനേറ്റർ CK ആതിര, മറ്റ് ഭാരവാഹികളായ BR ജിഷ, ആകാശ് ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CT ബിജു 15ാമത് രക്തസാക്ഷി ദിനം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങാട് യുവജന റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA DY പുഷ്പചക്രം സമർപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം
VP ശരത് പ്രസാദ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ബസ്സുകളിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ജീവനക്കാരെ നിയമിക്കരുതെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിനെതിരെ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ രംഗത്ത്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവർ ജോലി ചെയ്യാൻ പാടില്ലെന്ന ഉദ്ദേശത്തോടെ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നിർദ്ദേശം ഭരണഘടനാ ലംഘനമാണെന്ന് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഈ മാസം 31 മുതൽ PCC ഇല്ലെങ്കിൽ ബസ്സുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നിഷേധിച്ച് സർക്കുലർ ഇറക്കിയ നടപടിക്കെതിരെ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഉടമകളെയും യോജിപ്പിച്ച് ബസ് സർവീസ് നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകി. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ, ഭാരവാഹികളായ VV മുജീബ് റഹ്മാൻ, KB സുരേഷ് കുമാർ, NN കൃഷ്ണ കിഷോർ, PJ റെജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ, വെള്ളി ഗ്രാമിന് 106 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മെഡിക്കൽ കോളേജിൽ യുവാവിന്റെ പരാക്രമം. ഗ്യാസ് സിലിണ്ടറും ചുറ്റിക്കുമായി എത്തിയ യുവാവ് ഓഡിറ്റോറിയത്തിലെ AC കത്തിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് തുടരുന്നു. ഗതാഗത സ്തംഭനം പരിഹരിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ജില്ലയിൽ തെരുവുനായ ആക്രമണം തുടർക്കഥയാകുന്നു. വാക്സിൻ എടുത്തിട്ടും വിവിധ ജില്ലകളിലായി 3 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ജനങ്ങൾ ഭീതി. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ വലിയ വിളക്ക് ഇന്ന് ആഘോഷിക്കുന്നു. ഞായറാഴ്ച രാപ്പൾക്കടവിൽ ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.